ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈൻ വഴി സർക്കാർ ആശുപത്രികളിലെ ഒ.പി. ടിക്കറ്റ് ഏറ്റവും എളുപ്പമായ വഴിയിൽ എടുക്കുക എന്നതാണ്. പല സർക്കാർ ആശുപത്രികളിലും നീണ്ട വരി നിന്നിട്ട് വേണം ഒ.പി. ടിക്കറ്റ് എടുക്കാൻ. ഇത്രയും നേരം വരി നിന്നിട്ടും ചില സമയങ്ങളിൽ ഒ.പി. ടിക്കറ്റ് തീർന്നു പോവുകയും ചെയ്യൽ ഉണ്ട്. എന്നാൽ ഇനി ഒ.പി. ടിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കുന്നതിലൂടെ മിനിറ്റുകൾ കൊണ്ട് തന്നെ വരി നിൽക്കാതെ നിങ്ങൾക്ക് ആശുപത്രികളിൽ കാണിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ ഇ-ഹെൽത്ത് കേരള gov.in എന്ന് സെർച്ച് ചെയ്യുക. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ സൈറ്റിലേക്ക് എത്തുന്നതാണ്. ഇത് കേരള സർക്കാരിൻ്റെ തന്നെ സൈറ്റാണ്. ഈ സൈറ്റിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത് എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനായി മൊബൈൽ നമ്പർ എന്ന ബോക്സിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നീട് താഴെയുള്ള കാപ്ച അവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന കാപ്ച ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ സ്മാൾ ലെറ്റേഴ്സ് ആണോ എന്ന് നോക്കി കൃത്യമായി ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം സെൻഡ് ഒ.ടി.പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ.ടി.പി വരുന്നതായിരിക്കും. ആ ഒ.ടി.പി അവിടെ ടൈപ്പ് ചെയ്തു കൊടുത്ത് വെരിഫൈ ഒ.ടി.പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒ.ടി.പി വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതുപോലെയുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് യു.എച്ച്.ഐ.ഡി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തു കൊടുത്ത് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ.ടി.പി വരും. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷന്റെ താഴെയുള്ള ഐ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വന്ന ഒ.ടി.പി എൻ്റർ ചെയ്തു കൊടുത്ത് വെരിഫൈ ഒ.ടി.പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ യു.എച്ച്.ഐ.ഡി നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് രജിസ്റ്റർ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അത് പ്രൊസീഡ് എന്ന് കൊടുക്കുക. ഇതോടെ നിങ്ങൾ നിങ്ങളുടെ യു.എച്ച്.ഐ.ഡി കാർഡ് എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒ.പി. ടിക്കറ്റ് എങ്ങനെ എടുക്കാം എന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷനുകൾ കാണാം. ഒ.പി. ടിക്കറ്റ് എടുക്കുന്നതിനായി നിങ്ങൾ ആദ്യം കാണുന്ന അഡ്വാൻസ് അപ്പോയിൻമെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതുപോലെയുള്ള ഒരു ഇന്റർഫേസ് കാണാം. ഇവിടെ ആദ്യ ബോക്സിൽ നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിലാണോ ടിക്കറ്റ് വേണ്ടത് ആ ഹോസ്പിറ്റൽ ഏത് ജില്ലയിലാണ് എന്ന് എൻ്റർ ചെയ്യുക. അടുത്ത ബോക്സിൽ നിങ്ങൾക്ക് വേണ്ട ഹോസ്പിറ്റലിൽ പേര് എൻ്റർ ചെയ്യുക. മൂന്നാമത്തെ ബോക്സിൽ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കാണിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനു താഴെയുള്ള മന്ത്ലി ഇൻകം എന്ന ബോക്സിൽ നിങ്ങളുടെ വരുമാനം എൻ്റർ ചെയ്യുക. അവസാനത്തെ ബോക്സിൽ നിങ്ങൾക്ക് ഏത് തീയതിയിലാണ് ടിക്കറ്റ് വേണ്ടത് എന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോക്കണും സമയവും കാണിക്കും. ഏത് ടോക്കണും സമയവും ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം. കൺഫേം ആൻഡ് പ്രൊസീഡ് പേയ്മെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതുപോലെയുള്ള ഒരു ഇന്റർഫേസ് കാണാം. ഇവിടെ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കാണാം. അതിനു താഴെയുള്ള പേ നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഒ.പി. ടിക്കറ്റ് എടുക്കാൻ 10 രൂപ ആവശ്യമാണ്. ഓൺലൈൻ വഴി പണം അടയ്ക്കാൻ അറിയാത്തവർക്ക് പണം അടയ്ക്കാതെ ടിക്കറ്റ് എടുക്കാൻ ഉള്ള ഒരു വഴിയും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പുതിയ ഇന്റർഫേസിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യു.പി.ഐയും അല്ലെങ്കിൽ അവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും പണം അടക്കാവുന്നതാണ്. പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒ.പി. ടിക്കറ്റ് PDF ആയി നിങ്ങളുടെ ഫോണിൽ വരും. ഇത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പേയ്മെന്റ് ഓൺലൈൻ വഴി ചെയ്യാൻ അറിയാത്തവർക്ക് ഒ.പി. ടിക്കറ്റ് എടുക്കുക എന്നതാണ്. അതിനായി നിങ്ങൾ മെനുവിൽ വരുക. അവിടെ പ്രിന്റ് യു.എച്ച്.ഐ.ഡി കാർഡ് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കാണും. അതിൻ്റെ താഴെ ഡൗൺലോഡ് യു.എച്ച്.ഐ.ഡി കാർഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ യു.എച്ച്.ഐ.ഡി കാർഡ് ഡൗൺലോഡ് ആകും. ഇത് നിങ്ങൾ പ്രിന്റ് ചെയ്തോ ഫോണിൽ ഫോട്ടോ എടുത്തോ ഹോസ്പിറ്റലിൽ പോയാൽ യു.എച്ച്.ഐ.ഡി കാർഡ് ഉള്ളവർക്ക് പ്രത്യേകം വരി ഉണ്ടാകും. ഇതിൽ ആളുകളെ എണ്ണം വളരെ കുറവായിരിക്കും.
നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലെ ഒ.പി. ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചാൽ വേഗം ഒ.പി. ടിക്കറ്റ് കിട്ടും. പണം അവിടെ അടച്ചാൽ മതി. ഇതിലൂടെ നിങ്ങൾക്ക് സാധാരണ വരി നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിലും വേഗം ടിക്കറ്റ് എടുക്കാം. ഇനി നിങ്ങൾ ഓൺലൈൻ വഴി പണം അടച്ചാണ് ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡോക്ടറെ കാണിക്കാം. ചെറിയ വരി പോലും നിൽക്കേണ്ടതില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.